വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്ററാണ്. 9ാമത്തെ സോഷ്യൽ ചാപ്റ്ററാണ്. തുല്യതയിലേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് നമ്മുടെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സുകൾ SCERT റിവിഷൻസ് തുടങ്ങാത്തവർക്കായിട്ടും ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് നമ്മൾ പുതിയ SCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 7ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലേക്ക് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞു, തുല്യതയിലേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എന്താണ്? തുല്യതയിലേക്ക് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമുക്കറിയാം മേൽമുണ്ട് സമരം, അങ്ങനെ തുല്യതയുമായി ബന്ധപ്പെട്ട് കുറേ സമരങ്ങളും കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ വരുമാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ തൊഴിലിലും ഒരേ വരുമാനമാണോ ലഭിക്കുന്നത്? അല്ലേ, വ്യത്യസ്ത ഓരോ തൊഴിലിനും വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് ഒരേ വരുമാനമാണോ ലഭിക്കുന്നത്? അല്ല, തൊഴിലിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമാണ്. വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ്. അപ്പോൾ കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നത് എന്ത് കാരണമായിരിക്കും? നമുക്ക് ലഭിക്കുന്ന തൊഴിലിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത് കാരണമായിരിക്കും അല്ലേ. അതാണ് പറയുന്നത്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. അപ്പോൾ വരുമാന സ്രോതസ്സുകളിൽ എന്തൊക്കെ വരാം? നമുക്ക് തൊഴിലിടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മാത്രമാണോ വരാല്ല അല്ലേ. ഈ ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവയ്ക്ക് എന്താണ്? വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിനും വ്യത്യാസമുണ്ടാകും. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിനും വ്യത്യാസമുണ്ടായിരിക്കും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും അല്ലേ. അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ചെയ്യാനായിട്ട് പറ്റും, ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയും. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഉയർന്ന വരുമാനമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ പണമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്കോ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല അല്ലേ. അതാണ് പറയുന്നത്. ഇനി വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം. എത്രയായിട്ട് തരംതിരിക്കാം? വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ടാണ് കുടുംബങ്ങളെ തരംതിരിക്കുന്നത്. ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. അപ്പോൾ ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങളുണ്ട്, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങളുണ്ട്, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളുണ്ട്. തൊഴിലിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തൊഴിലും വരുമാനത്തിലുള്ള അസമത്വം സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം എന്ന് പറയുന്നത് സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നുണ്ട്. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. അപ്പോൾ അസമത്വം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു സമൂഹത്തിൽ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ പാവപ്പെട്ടവർക്ക് വേറെ രീതിയിലും പണക്കാർക്ക് വേറെ രീതിയിലും അങ്ങനെ തുല്യമായിട്ട് വിതരണം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അസമത്വം ഉണ്ടാകും, സാമ്പത്തിക അസമത്വം ഉണ്ടാകും. ഇനി എന്താണ് സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത്? സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത്? സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം, വിഭവങ്ങൾ എന്നിവരുടെ അസമമായ വിതരണം അല്ലേ. അസമത്വം എന്ന് വെച്ചാൽ എന്താണ്? അസമമായ വിതരണം, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും അവസരങ്ങളാകാം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. അതെന്തിലേക്ക് നയിക്കുന്നു? അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്നതിനായിട്ട് സർക്കാർ എങ്ങനെയൊക്കെയാണ് ശ്രമിക്കുന്നത്? വിവിധ നയങ്ങൾ, സംരംഭങ്ങൾ എന്നിവയിലൂടെയൊക്കെ സാമ്പത്തിക അസമത്വം പരിഹരിക്കുവാനായിട്ട് നോക്കുന്നുണ്ട് അല്ലേ.
ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പോൾ സാമ്പത്തിക അസമത്വം എന്ന് വെച്ചാൽ എന്താണ്? അസമമായ വിതരണം, തുല്യതയില്ലാതെ വിതരണം ചെയ്യുക. അതിപ്പോൾ എല്ലാ മേഖലകളിലും കാണാം അല്ലേ? വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, അങ്ങനെ പല മേഖലകളിലും കാണാം. പക്ഷേ സർക്കാർ ഇതിന് വേണ്ടി കുറേ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ഇത് മാറ്റുന്നതിനായിട്ടാണ്. ഇനി സാമ്പത്തിക അസമത്വം മാത്രമാണ് സമൂഹത്തിൽ കാണുന്നത്. സാമ്പത്തിക അസമത്വം മാത്രമാണ് കാണുന്നതല്ല അല്ലേ. നമുക്കറിയാം മിശ്രഭോജനം എന്ന് പറയുന്നത് ആര് നടപ്പിലാക്കിയിട്ടുള്ളതാണ്? മിശ്രഭോജനം. ആരാണ് മിശ്രഭോജനം നടപ്പിലാക്കിയത്? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. നമുക്ക് നോക്കാം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പണ്ടെന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പൊക്കെ എന്തുണ്ടായിരുന്നു, ഇപ്പോഴും അസമത്വം നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്തും ഈ വിവേചനം നേരിട്ടിട്ടുണ്ടാകുമ്പോൾ ആ കുറേ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അയ്യാ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം, ഇത് നിരവധി സമരങ്ങളാണ് ശ്രദ്ധയിലുള്ളത്. അതായത് സമത്വ സമാജം എന്ന് പറയുന്നത് ആരുടെയാണ്? വൈകുണ്ഠസ്വാമിയുടേതാണ് സമത്വ സമാജം. സമപന്തി ഭോജനം രണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ. വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജവും സമപന്തി ഭോജനം. അങ്ങനെ കുറേ സമരങ്ങൾ പണ്ട് നടന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനമായിരുന്നു. അപ്പോൾ മിശ്രഭോജനം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റേതാണ് മിശ്രഭോജനം എന്ന് പറയുന്നത്. എന്നാണ് നടന്നത്? 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിലാണ് നടന്നത്. സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് സഹോദരൻ പത്രത്തിൻ്റെ പേരായിരുന്നു സഹോദരൻ എന്ന് പറയുന്നത്. അതിൻ്റെ പത്രാധിപരാണ് കെ അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സഹോദരൻ കെ അയ്യപ്പൻ എന്ന് പറയുന്ന പേര് ലഭിച്ചിട്ടുള്ളത്. ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പഠിച്ചെന്തൊക്കെയാണ്? പണ്ട് കാലത്തും കുറേ വിവേചനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പല സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം, സമപന്തി ഭോജനം. അതുപോലെ തന്നെ ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റേതാണ് മിശ്രഭോജനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മേൽമുണ്ട് സമരം നമുക്കറിയാം. മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട് 1859 ചാനലഹളൊക്കെ നടക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ, ചാനലഹളൊക്കെ. ഓക്കെ. വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീട് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുവാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ എന്താ പറയുന്നത്? ആ ഒരു സമയത്തിൽ ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം ലഭിച്ചു അല്ലേ, മേൽമുണ്ട് സമരം വന്നതിനോടുകൂടി. എന്നാലും ചില സ്ഥലങ്ങളിൽ ഈ ജാതിയുടെ പേരിൽ ചില സ്ഥലങ്ങളിലൊന്നും ഈ വസ്ത്രം ധരിക്കുവാനായിട്ട് പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടിയിട്ടാണ് തെക്കൻ തിരുവിതാംകൂറിൽ മേൽമുണ്ട് സമരം നടത്തുന്നത്. ആരാണ്? സ്ത്രീകൾ നടത്തുന്ന ഒരു സമരമാണ് ഈ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകുന്നുണ്ട്. എന്താ പറയുന്നത്? ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായിട്ട് നൽകിയിരുന്നു. എന്നാൽ എന്താണ്? മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. അപ്പോൾ മേൽജാതിക്കാരെ കീഴ്ജാതിക്കാർക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. പക്ഷേ അവിടെ എല്ലാവർക്കും സൗജന്യമാണല്ലേ, 4ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്കൊക്കെ സൗജന്യമാണെങ്കിലും ഇങ്ങനെ ഒരു മേൽജാതി കീഴ്ജാതി എന്ന് പറയുന്ന ഒരു അസമത്വം നിലനിന്നിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്നു പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരുട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകുവാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടു. അപ്പോൾ അയ്യങ്കാളി പഞ്ചമി എന്ന് പറയുന്ന ഒരു കീഴ്ജാതി അല്ലേ, താഴ്ന്ന ജാതിയിലുള്ള കുട്ടീനെയും കൊണ്ട് പോകാണ് എവിടേക്ക്? സ്കൂളിലേക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിന് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി വന്നു, ശരിക്കും പറഞ്ഞാൽ സർക്കാർ നിയമം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു കുട്ടി വന്നപ്പോൾ മേൽജാതിക്കാർ
മേൽജാതിക്കാർക്ക് ഇഷ്ടമായില്ല. അങ്ങനെ മേൽജാതിക്കാർ എന്ത് ചെയ്യാണ്, ആ സ്കൂൾ നശിപ്പിക്കുകയാണ്, തീയിട്ട് നശിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു കത്തിക്കരിഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിനൊരു സ്മാരകമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എന്താണ് പേരിട്ടിരിക്കുന്നത്, അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാണ് പേരിട്ടിട്ടുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്? മേൽജാതി കീഴ്ജാതി തമ്മിലുള്ള അല്ലേ, അതായത് ജാതി തമ്മിലുള്ള ഒരു അസമത്വം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. സാമൂഹിക അസമത്വം എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹികമായിട്ട് എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്? സാമ്പത്തിക അസമത്വം നമ്മൾ പഠിച്ചു കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കുന്നതാണ് സാമൂഹിക അസമത്വമാണ്. സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയിലെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. അതായത് സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയിലെ വിതരണം, അസമമായ വിതരണത്തെയാണ് സാമൂഹിക അസമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സാമൂഹിക അസമത്വം പ്രകടമാകുന്നത്? സമ്പത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യ പരിപാലനത്തിൽ അവസരമില്ലായ്മ, അതുപോലെ തന്നെ വംശം, ജാതി, ലിംഗപദവി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, പിന്നെ എന്തൊക്കെയാണ് രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിവയൊക്കെ ഈ സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നുണ്ട്. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമൂഹിക അസമത്വം മാറ്റുന്നതിന് വേണ്ടിയിട്ടും കുറേ നയങ്ങൾ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക അസമത്വം, വിദ്യാഭ്യാസ അസമത്വം, സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ എന്തൊക്കെയാണ്? പിന്നെ ചരിത്രപരമായ ഘടകങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സാമ്പത്തിക അസമത്വം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലേ. വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യത കുറവ്, കൂലി അല്ലെങ്കിൽ ശമ്പളത്തിലെ വ്യത്യാസം. ഇനി വിദ്യാഭ്യാസ അസമത്വം എന്ന് വെച്ചാലോ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ. ഇനി സാമൂഹിക ഘടനകൾക്കുള്ളിൽ അസമത്വം എന്ന് വെച്ചാലോ ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. ഇനി ഭൂമിശാസ്ത്രപരമായ സമാനതകൾ വെച്ചെന്താണ്? ഗ്രാമനഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യത കുറവ്. ചരിത്രപരമായ ഘടകങ്ങൾ എന്ന് വെച്ചാലോ കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ എന്നൊക്കെയാണ് ചരിത്രപരമായ ഘടകങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നത്. സാമ്പത്തിക അസമത്വം, വിദ്യാഭ്യാസ അസമത്വം, സാമൂഹിക ഘടനകൾക്കുള്ളിൽ അസമത്വം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ, ചരിത്രപരമായ ഘടകങ്ങൾ. ഓക്കെ ആണല്ലോ. ശാന്തിയുടെ ഇനി എന്താണ് പറയുന്നത് വെച്ചാൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിനായിട്ട് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇനി സർക്കാർ നടപടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനായിട്ട് എന്തൊക്കെയാണ് സർക്കാർ നടപ്പിലാക്കുന്ന ഇടപെടലുകൾ എന്ന് വെച്ചാൽ നോക്കാം. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പദ്ധതികൾ? ക്ഷേമ പെൻഷനുകൾ. എന്തൊക്കെയാണ് ക്ഷേമ പെൻഷനുകൾ എന്ന് വെച്ചാൽ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്. അതിലാരൊക്കെ വരും? മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. അപ്പോൾ ക്ഷേമ പെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹിക സാമ്പത്തിക
പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ഈ ക്ഷേമ പെൻഷനിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലേ, സർക്കാർ നടപ്പിലാക്കുന്ന കുറേ ക്ഷേമ പെൻഷനുകളുണ്ട്. കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ, അങ്ങനെ പല പെൻഷൻസും സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതായത് പിന്നോക്കാവസ്ഥ നേരിടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ദുർബല വിഭാഗങ്ങൾക്കൊക്കെ നടക്കുന്നുണ്ട്, സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അതിനെയാണ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്കോളർഷിപ്പുകൾ എന്ന് വെച്ചാൽ എന്താണ് സ്കോളർഷിപ്പുകൾ? വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രീ സ്കോളർഷിപ്പൊക്കെ അതിന് എക്സാമ്പിളാണ്. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുവാനായിട്ട് ഇവ കൂടാതെ മറ്റേതെല്ലാം പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്? പൊതുവിതരണ കേന്ദ്രം, റേഷൻ കട, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവയൊക്കെ എന്താണ് സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനായിട്ട് വില കുറഞ്ഞ ഇതിൽ കിട്ടുന്ന സംഭവങ്ങളാണ് അല്ലേ. ആവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് ഈ പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ. സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു. എന്താണ് അപ്പോൾ സബ്സിഡി എന്ന് വെച്ചാൽ? സബ്സിഡി എന്ന് വെച്ചാൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യ പിന്തുണയാണ് സബ്സിഡി. നേരിട്ടോ അല്ലാതെയോ നമുക്ക് സബ്സിഡി നൽകാവുന്നതാണ്. പണമായി നൽകുന്ന പിന്തുണ നേരിടുന്നതിനുള്ള സബ്സിഡി സൂചിപ്പിക്കുന്നു. പണമായി നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് നേരിട്ടുള്ള സബ്സിഡി സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവയൊക്കെ ഈ പരോക്ഷ സബ്സിഡിയിൽ പെടുന്നതാണ്. അപ്പോൾ പരോക്ഷ സബ്സിഡിയിൽ എന്തൊക്കെയാണ് വരുന്നത്? നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവയൊക്കെ എന്താണ് പരോക്ഷ സബ്സിഡിയിൽ പെടുന്നവയാണ്. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായിട്ട് നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പദ്ധതികളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് വെച്ചാൽ? ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എത്ര ദിവസമാണ് ചോദിക്കാറുണ്ട് കേട്ടോ. എത്രയാണ് ദിവസം? 100 തൊഴിൽ ദിനങ്ങളാണ് കൊടുക്കുക എന്ന് പറയുന്നത്. 100 തൊഴിൽ ദിനങ്ങളാണ്. ഇനി എന്താണ് ലൈഫ് മിഷൻ എന്ന് വെച്ചാൽ? കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ലക്ഷ്യമാണ്. അതായത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ്? വീടില്ലാത്തവർക്ക്, വീടും അധികം സൗകര്യം ഇല്ലാത്ത വീടില്ല എന്ന് വെച്ചാൽ നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഭൂരഹിത ഭവനരഹിതർക്കൊക്കെ വേണ്ടിയിട്ട് ലൈഫ് മിഷന് പദ്ധതികൾ നടപ്പിലാക്കുന്നത് അല്ലേ. കുറച്ച് വായ്പയിലൂടെ കുറച്ച് എന്താണ് ഗഡുവായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? കാശ് കൊടുക്കുന്നുണ്ട് അല്ലേ, വീട് പണിയുന്നതിനായിട്ടാണ്. അതാണ് പറയുന്നത്. ഇനി എന്താണ് തീരമൈത്രി മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭരാക്കി സമൂഹത്തിനെ മുഖ്യധാരയിലെത്തിക്കുന്നതിനായിട്ട് ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. തീരമൈത്രി എന്ന് പറയുന്നത് എവിടേക്കാണ്? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭരാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് തീരമൈത്രി. കേരളത്തിലൂടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കും. തീരമൈത്രി വനിതകൾക്ക് വേണ്ടിയാണ്, മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിലെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എന്താണ് കൈവല്യ എന്ന് പറയുന്നത്? കൈവല്യ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കൈവല്യയുടെ ലക്ഷ്യം എന്തൊക്കെയാണ്? അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് വിദ്യാവാഹിനി? ചോദിക്കാറുണ്ട് ഇതൊക്കെ. എന്താണ് വിദ്യാവാഹിനി? ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി.
വാഹനത്തിൽ പോകാനായിട്ട് അല്ലേ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലൈഫ് മിഷൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതായത് എന്താണ്? തൊഴിൽ ദിനങ്ങൾ നൽകാൻ 100 തൊഴിൽ ദിനങ്ങൾ നൽകുന്നതോടുകൂടി വന്നതാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ലഭിക്കുക, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ലൈഫ് മിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഭൂരഹിതർക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണ്. തീരമൈത്രി എന്ന് വെച്ചാൽ എന്താണ്? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ വനിതകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. കൈവല്യ എന്ന് വെച്ചാൽ എന്താണ്? കൈവല്യ എന്ന് വെച്ചാൽ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് അല്ലേ വിദ്യാഭ്യാസ സൗകര്യമൊക്കെ സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് ഈ കൈവല്യ എന്ന് പറയുന്നത്. ഇനി വിദ്യാവാഹിനി എന്ന് വെച്ചാൽ ഗോത്രവർഗ്ഗ സമൂഹത്തിലെ ആൾക്കാർക്ക് വേണ്ടി, പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്താണ്? വാഹനത്തിൽ പോകുന്നതിനായിട്ട് വിദ്യ പഠിക്കുന്നതിനായിട്ട് വാഹനത്തിൽ പോകുക, അതാണ് വിദ്യാവാഹിനി എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാവാഹിനി നടപ്പിലാക്കുന്നത്. ഇനി എന്താണ് ജനനി ജന്മരക്ഷ എന്ന് വെച്ചാൽ എന്താണ്? ജനനി ജന്മരക്ഷ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം. ഇനി ഗോത്രബന്ധു എന്ന് വെച്ചാൽ എന്താണ്? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ജനനി ജന്മരക്ഷ എന്ന് വെച്ചാൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ജനനി ജന്മരക്ഷ. പ്രതിഭാതീരം എന്ന് വെച്ചാൽ തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് പദ്ധതിയാണ് പ്രതിഭാതീരം. ഗോത്രബന്ധു എന്ന് വെച്ചാൽ ഈ ഗോത്രഭാഷ അതുപോലെ തന്നെ മലയാളത്തിലൊക്കെ പരിജ്ഞാനമുള്ള ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായിട്ട് നിയമിക്കുന്ന പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പദ്ധതികളെ കൂടെ പറയുന്നുണ്ടല്ലോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. സവിശേഷതകൾ എന്തൊക്കെയാണ്? 100 തൊഴിൽ ദിനങ്ങൾ നൽകുക അല്ലേ. ലൈഫ് മിഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? വീട് വെച്ച് കൊടുക്കുക, വീട് ലഭ്യമാകുന്നതാണ്. അതുപോലെ വിദ്യാവാഹിനി, ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഭൂരഹിതർക്കാണ്. അതുപോലെ തന്നെ വിദ്യാവാഹിനി എന്ന് പറയുന്നത് ഗോത്രവർഗ്ഗക്കാർക്കാണ്. അതുപോലെ തന്നെ സവിശേഷതകൾ എന്താണ്? വിദ്യാവാഹിനി എന്ന് വെച്ചാൽ എന്താണ്? വാഹനത്തിൽ പോകുന്നതിന് വേണ്ടി അല്ലേ. അതുപോലെ തന്നെ തീരമൈത്രി വനിതാ മത്സ്യത്തൊഴിലാളിയാണ്, അവർക്ക് സംരംഭങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. കൈവല്യം എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. അവസര തുല്യതയാണ് മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ഘടകങ്ങൾ സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നുണ്ട്. ഇത്തരം അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഭരണഘടനാ പൗരർക്ക് ഉറപ്പ് നൽകുന്ന തുല്യതയിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുവാനും സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ട ആവശ്യകത ബോധ്യപ്പെട്ട് സമൂഹത്തിൽ നാം ഇടപെടേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.